ഇനി നമ്മൾ ബീഹാറിലേക്ക് എത്തുമ്പോൾ അവിടെ സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഡൽഹിയിലും പാട്നയിലും ഒരേ സമയം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നാളെ ചേരുന്ന JDU നിയമസഭാ കക്ഷി യോഗം നിതീഷ് കുമാറിനെ നേതാവായി തെരഞ്ഞെടുക്കും. തോൽവിക്ക് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ മകൾ രാഷ്ട്രീയം ഉപേക്ഷിച്ചത് ബീഹാർ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചു. രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, ഒരിക്കൽ കൂടി നിതീഷ് രാജിന് തുടക്കമാകുന്നു ബീഹാറിൽ. അതേസമയം ലാലു പരിവാർ കൂടുതൽ ശോഷിക്കുന്നു. അതെ അഭിലാഷ്, ചർച്ചകൾ വലിയ തോതിൽ നടക്കുന്നുണ്ട് പട്നയിലും ഡൽഹിയിലും കേന്ദ്രീകരിച്ച്. കാരണം നിതീഷ് കുമാർ വലിയ വിജയം നേടിയിരിക്കുന്നു. വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം അടുക്കുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് നേതാക്കളുടെയൊക്കെ തന്നെ ഒഴുക്കായിരുന്നു. LJP നേതാവ് ചിരാഗ് പാസ്വാൻ ഇന്നലെ നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രിയും JDUവിൻ്റെ മുൻ ദേശീയ അധ്യക്ഷനുമൊക്കെ ആയിരുന്ന ലലൻ സിംഗ് ഇന്നലെ ഡൽഹിയിൽ നിന്ന് പട്നയിലെത്തി നിതീഷ് കുമാറെ കണ്ടു. അങ്ങനെ സഖ്യകക്ഷി നേതാക്കളും പാർട്ടി നേതാക്കളും ഒക്കെ തന്നെ നിതീഷിനെ അഭിനന്ദിക്കാനും ഒപ്പം തുടർ ചർച്ചകൾക്കുമായി ഇപ്പോൾ നിതീഷിൻ്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഏതായാലും ഗവർണറുമായി നിതീഷ് കുമാർ കൂടിക്കാഴ്ച നടത്തും. ഒപ്പം രാജിയും സമർപ്പിക്കും. അതിനുശേഷമാണ് JDUവിൻ്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. ആ യോഗം നിതീഷ് കുമാറിനെ നേതാവായി തെരഞ്ഞെടുക്കും. തൊട്ടു പിന്നാലെ BJPയുടെ ഔദ്യോഗിക പ്രഖ്യാപനം അല്ലെങ്കിൽ അറിയിപ്പ് വന്നാൽ പിന്നാലെ NDAയുടെ കക്ഷി നേതാവായും നിതീഷിനെ തെരഞ്ഞെടുക്കും. അങ്ങനെയെങ്കിൽ ഈ ആഴ്ച തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാക്കും. 2-3 ദിവസത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. ഏതായാലും പട്നയിൽ മാത്രമല്ല ഡൽഹിയിലും ചർച്ചകൾ നടക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്നലെ JDUവിൻ്റെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടാതെ കേന്ദ്രമന്ത്രി ലല്ലൻ സിംഗ് ചർച്ച നടത്തിയിരുന്നു. കാരണം 5 പാർട്ടികളാണ് ബീഹാറിൽ NDAയിലുള്ളത്. ഈ 5 പാർട്ടികളും മികച്ച പ്രകടനം ഇത്തവണ കാഴ്ചവെക്കുകയും ചെയ്തു. സ്വാഭാവികമായും സർക്കാർ രൂപീകരണത്തിൽ ഈ 5 പാർട്ടികൾക്കും JDUവിനും BJPക്കും പുറമെ LJPക്കും കൃത്യമായ പ്രാതിനിധ്യം നൽകേണ്ടതുണ്ട്. ഒപ്പം ജിതൻ റാം മാഞ്ചിയുടെ HAM, ഉപേന്ദ്ര കുശ്വാഹയുടെ RLM ഈ 2 പാർട്ടികൾക്കും പ്രാതിനിധ്യം നൽകേണ്ടതുണ്ട്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ചർച്ച കടക്കുകയാണ്. മറുവശത്തേക്ക് വരികയാണെങ്കിൽ RJD സമീപകാലത്തെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടു എന്ന് മാത്രമല്ല അതിപ്പോൾ കുടുംബ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. നേരത്തെ രോഹിണി ആചാര്യ വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത് ലാലു പ്രസാദ് യാദവിന് വൃക്ക നൽകിയ മകൾ, ലാലുവിൻ്റെ 2ാമത്തെ മകൾ എന്ന നിലയിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സീറ്റ് നൽകിയെങ്കിൽ പോലും അവർ പരാജയപ്പെട്ടു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു, കുടുംബ ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന പ്രതികരണം രോഹിണി ആചാര്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും 2 പേരുകളാണ് രോഹിണി ആചാര്യ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവരോട് പോയി ചോദിക്കൂ എന്നാണ് പറയുന്നത്. ഒന്ന് സഞ്ജയ് യാദവ്, മറ്റൊന്ന് റമീസ്. ഈ 2 പേരും തേജസ്വി യാദവിൻ്റെ ഉപദേശകരാണ്. അവരാണ് തന്നോട് പോകാൻ ആവശ്യപ്പെട്ടതെന്ന പ്രതികരണം പിന്നീട് പട്ന വിമാനത്താവളത്തിൽ വെച്ച് രോഹിണി യാദവ് നടത്തുകയും ചെയ്തു. സ്വാഭാവികമായും തേജസ്വിയുടെ ഉപദേശകരോടുള്ള എതിർപ്പാണ് രോഹിണി ആചാര്യയുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന നടപടിയിലേക്ക് എത്തിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും അത് ബീഹാർ രാഷ്ട്രീയത്തിൽ RJDയിൽ മാത്രമല്ല, ലാലുവിൻ്റെ കുടുംബത്തിൽ മാത്രമല്ല, ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ലാലു ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യമായി ഇപ്പോൾ JDU കൂടി രംഗത്ത് വരികയാണ്. അഭിലാഷ്, പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ നോക്കുമ്പോൾ അതിൽ ഈ സൂചിപ്പിച്ചതുപോലെ ബീഹാറിന്റെ രാഷ്ട്രീയം, അവിടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇനി തുടർ നീക്കങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. ആരൊക്കെ പുതിയ പാർട്ടികളിലേക്ക് ചേക്കേറും, ഇനിയും കൊഴിഞ്ഞുപോക്കുണ്ടാകുമോ എന്നതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. എന്തായാലും രാഗേഷാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.